പാലപ്പെട്ടിയിൽ ശക്തമായ കടലാക്രമണം. തീരദേശത്ത് നിരവധി കുടുംബങ്ങൾ കടലാക്രമണ ഭീഷണിയിൽ. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 500 മീറ്ററോളം കടൽ കയറി. പാലപ്പെട്ടി, കാപ്പിരിക്കാട്, അജ്മീർ നഗറിലും കടൽക്ഷോഭം രൂക്ഷമായി തുടരുകയാണ്. പെരുമ്പടപ്പ് പഞ്ചായത്തിലെ തീരദേശങ്ങളിലാണ് കഴിഞ്ഞ ദിവസം മുതൽ കടൽക്ഷോഭം തുടരുന്നത്. കടൽഭിത്തി തകർന്നു കിടക്കുന്ന അജ്മീർ നഗർ ബീച്ച്, കാപ്പിരിക്കാട് തീരത്താണ് ശക്തമായ കടൽക്ഷോഭം. തിരമാലകൾ തീരത്തേക്ക് ആഞ്ഞടിക്കുന്നത് മൂലം പ്രദേശവാസികൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല. കടൽഭിത്തി ഇല്ലാത്ത മേഖലയിൽ കര നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 100ഓളം കുടുംബങ്ങളാണ് കടലാക്രമണ ഭീതി നേരിടുന്നത്. ചില കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് താമസം മാറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കടൽക്ഷോഭം രൂക്ഷമായതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. എപ്പോൾ വേണമെങ്കിലും വീടും കടലെടുക്കുമെന്ന ഭയമാണ് ഇവർക്ക്. പല വീടുകളും കടലെടുക്കാൻ ഇനി മീറ്ററുകളുടെ വ്യത്യാസം മാത്രമാണുള്ളത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കടലെടുത്ത് 1/2 ഏക്കറോളം സ്ഥലമാണ് പ്രദേശവാസികൾക്ക് നഷ്ടമായത്. മാറി മാറി വന്ന ഭരണ നേതൃത്വം പല പ്രഖ്യാപനങ്ങളും നടത്തിയെന്നല്ലാതെ അതൊന്നും തീരദേശത്തിന് ഗുണപ്രദമായിട്ടില്ല എന്നതിന്റെ സാക്ഷ്യമാണ് നിലവിലെ സാഹചര്യം. 32 വർഷം മുൻപ് ഇവിടെ കടൽഭിത്തി കെട്ടിയിരുന്നു. നിലവിൽ ഒരുപാട് ദൂരെ കടലിലാണ് അത് കിടക്കുന്നത്. പിന്നീട് സുരക്ഷയ്ക്കോ പുനർനിർമ്മാണം നടത്തുവാനോ മാറിവന്ന MLA-മാർക്കും MP-മാർക്കും സാധിച്ചില്ല. പൊന്നാനി മണ്ഡലത്തിൽ ആകെ 10 കിലോമീറ്ററിനുള്ളിലാണ് നിലവിൽ കടൽഭിത്തി ആവശ്യമായി വരുന്നത്. പല സ്ഥലങ്ങളിലും അശാസ്ത്രീയമായ രീതിയിൽ കടലിൽ കല്ലുകൊണ്ടുവന്ന് തള്ളിയിരിക്കുകയാണ്. കടൽക്ഷോഭം മൂലം തകരുന്ന കടൽഭിത്തി യഥാസമയം ആവശ്യമായ പുനർനിർമ്മാണം നടത്തുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു. പക്ഷേ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ധനസഹായം ലഭിക്കുമോ എന്ന ഭയത്താൽ ഇക്കാര്യം ആരും ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയാനും തയ്യാറില്ല. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന കടലിന്റെ സ്വഭാവം അറിയാവുന്നവരല്ല ഭരണകർത്താക്കൾ. പക്ഷേ പാലപ്പെട്ടിയിലെ തീരദേശത്തുണ്ടാകുന്ന ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണണമെങ്കിൽ കൃത്യമായ തീരുമാനവും ശക്തമായ നടപടിയും അനിവാര്യമാണ്. പുനർഗേഹം പദ്ധതിയിൽ 10 ലക്ഷം രൂപയാണ് സർക്കാർ നൽകുന്നതെങ്കിൽ ഇതിന് മറ്റൊരു സ്ഥലം കിട്ടുക എന്നത് വളരെ പ്രയാസമാണ്. പാലപ്പെട്ടിയിൽ കടലൊന്ന് മറിഞ്ഞാൽ തകരുന്നത് തീരദേശവാസികളുടെ ജീവിതമാണ്. ഇനി ഇവർക്ക് വേണ്ടത് വാഗ്ദാനങ്ങളല്ല, മറിച്ച് ശാശ്വതമായ പരിഹാര മാർഗങ്ങളാണ്. അതിന് നടപടിയുണ്ടാകണമെന്നാണ് ഇവരുടെ അപേക്ഷ.